കിളിമകളെ തിരുമധുരം നുകരാൻ വാ കിളിയെ കിളിയെ കിളിമകളെ തിരുമധുരം നുകരാൻ വാ എന്നോട് പറ ഐ ലവ് യു. പിന്നെ പറയാൻ ഇത്ര പ്രയാസം എന്തോന്ന്? ഐ ലവ് യു പറയൂലല്ലേ? ഈ ഐ ലവ് യു ആർക്ക് വേണം? കേൾക്കുന്നതിനകത്തൊരു സുഖം വേണ്ടേ? ഇങ്ങനെ പറയൂ, ഐ ലവ് യു. ഐ ലവ് യു. ഐ ലവ് യു. എന്നോട് ഐ ലവ് യു. ഓക്കെ ഓക്കെ ഓക്കെ. എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു അങ്ങനെ പറ. ഇതെന്താ ഐ ലവ് യു? കെട്ടിപ്പിടിച്ച് ഇത് വെള്ളിത്തിരയിലൂടെ നാം കണ്ടും കേട്ടും പരിചിതമായ പ്രണയം. ഇനി യഥാർത്ഥ ജീവിതത്തിലെ പ്രണയത്തിന്റെ നേർക്കാഴ്ചയിലേക്ക്. സുന്ദരിയും സുന്ദരം ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. സുന്ദരം നീയും സുന്ദര ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. കയ്യിൽ കയ്യും വച്ച് കണ്ണിൽ കണ്ണും വച്ച് നെഞ്ചിൻ മന്ത്രം കൊണ്ട് ചേരുന്ന നേരം. ലേറ്റായാന്തോ ബസ്സുകളൊക്കെ പോയ ആരെയും കാണുന്നില്ലല്ലേ? ഒറ്റ എണ്ണത്തിനെ കാണത്തില്ല. എല്ലാത്തിനും ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കണം. ബസ് സ്റ്റാൻഡാണ്, ഒരെണ്ണത്തിനെ പോലും കാണത്തില്ല ഇവിടെ. ഉദിച്ചുയർന്നു മാമലമേല് ഉത്രം നക്ഷത്രാമീ ശരണം ഉദിച്ചു വലം വയ്ക്കുമ്പോ 10 രൂപ ത്രയ്യപ്പ ശരണം. ഭഗവാനെ, ഇന്നെങ്കിലും ആ പാട്ട് തെറ്റാതെ പാടാൻ പറ്റി, അത് തന്നെ ശരണം. എന്നവളെ അടി എന്നവളെ എന്ന இதயத்தை தொலைத்து விட்டே எந்த இடம் அது தொலைந்த இடம் அந்த இடத்தையும் மறந்து விட்டே உந்தன் கால் மனசில் அது தொலைந்ததென்று உந்தன் காலடி தேடி வந்தே காதல் என்றால் பெரும் அவஸ்தையென்று உன்னை கண்டதும் கண்டு கொண்டே. ചേട്ടാ ചേട്ടോ ചേട്ടോ പേടിപ്പിക്കുന്ന എന്താരി ഇതെന്താ? ഇത് ഷൂ അല്ലേ? അതല്ലേ ഇത്? അത് പൂവല്ലേ? ആ, ഇത് പൂവ്. ഈ പൂവും ഞങ്ങൾ പെണ്ണുങ്ങളുടെ മനസ്സും രണ്ടും ഒരുപോലെ. ശരിയാ ശരിയാ, രണ്ടും സ്നേഹിച്ചു കഴിഞ്ഞാൽ തലേ കയറിയിരിക്കും. മനുഷ്യന്റെ ഒരു കാര്യം ഒന്നും പറയാൻ പറ്റില്ല അല്ലേ ഏട്ടാ? ഇങ്ങനെ ഈ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന നേരം ഏതെങ്കിലും അസിസ്റ്റന്റിന് ആരെങ്കിലൊക്കെ നിർത്തിക്കൂടെ? എടി, അസിസ്റ്റന്റിനെ വെച്ചാൽ ശരിയാവത്തില്ല. എന്ത് പറ്റി? എടി, ഞാൻ ചെയ്യുന്നത് പോലെ ഒരു ഫിനിഷിംഗ് ഉണ്ടാവത്തില്ലെന്ന്. കൊള്ളാം, നല്ല ഫിനിഷിങ്. നന്നായിട്ടുണ്ട് 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 നന്നായിട്ടുണ്ട്. എന്നാ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് കൊണ്ടു തന്നോണ്ട് കുഴപ്പം. ഇത് ഏത് കമ്പനി? മേഡ് ഇൻ ഞെളിയമ്പറമ്പ്. ചുമ്മാതല്ല ഇങ്ങനെ സംഭവിച്ചത്. നല്ല വർക്കിന്റെ തിരക്കാണല്ലേ? പിന്നെ ഈ വർക്കല്ല എന്റെ വിലയിലല്ലേ വന്ന് വീഴുന്നത്. എന്താ 50 ഷൂ ഉണ്ട്, 10 മിനിറ്റ് ഫോളോ ചെയ്ത് വെച്ചേക്കണം. ഞാൻ ഇപ്പൊ വരും. 50 ഷൂ 10 മിനിറ്റ്. ഒരു കാര്യം ചെയ്യും, 5 മിനിറ്റ് കഴിഞ്ഞ് വാ, ഞാൻ ഇവിടെ കരത്തി പുഴുങ്ങി വെച്ചേക്കാം. സിനിമ കുറെ നാളായി ഈ പോസ്റ്റർ എല്ലാം ജംഗ്ഷനിൽ നിന്ന് കംപ്ലീറ്റ് ബസ്സിന്റെ പുറകിൽ ഒട്ടിക്കണം. പെണ്ണുങ്ങളെ പുറകെ വായനക്ക് നടക്കല്ല്. നീ വല്ല കഴിച്ചാ? ഒന്നും കഴിച്ചില്ലേ? അവിടെ ഒരു മുസ്ലിം പള്ളിയുണ്ട്, ചെന്ന് പ്രാർത്ഥന വെച്ചോ, പുണ്യം കിട്ടും. പോരാ അങ്ങോട്ട്. ഹലോ, പുതിയ സിനിമ പോസ്റ്ററായിട്ടായിരിക്കും വരവ്. ഞാൻ ആ ഫിലിം ഫീൽഡ് വിറ്റു. കോമ്പറ്റീഷൻ പാരമണി. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നീ ഒരു പെണ്ണിന്റെ പടമൊക്കെ ഉള്ളത് കൊണ്ട് ഒട്ടിച്ചില്ലേ? അപ്പൊ നീയാണ് ഇവിടുത്തെ കംപ്ലീറ്റ് സിനിമാ പോസ്റ്ററുകൾ വലിച്ചു കയറി കളയുന്നതില്ലടാ. എനിക്ക് ഇരിക്കാൻ ഒരു സൗകര്യം വേണ്ടേ? അതിന് വേണ്ടിട്ട് അല്ല, ഇതെല്ലാം നിനക്ക് ഉപകാരമുള്ള ഒരു പോസ്റ്റാണ് ഇപ്പോഴും. എവിടെ ഒട്ടി?
ഇങ്ങോട്ട് നോക്ക്. കഴിഞ്ഞ പ്രാവശ്യം അറിയാലോ ഇവിടെ കണ്ട വേദന കൊണ്ട് പൊളഞ്ഞത്. ഈ നമ്പർ നോക്കിയിട്ട് ചെന്ന് കാണണം ഡോക്ടർ സുശീലൻ. എനിക്ക് കുറെ സ്ഥലങ്ങളിൽ പൂ കൊടുക്കാനുണ്ട്. ഞാൻ പോയിട്ട് വരട്ടെ? പോയിക്കോട്ടെ. ശരി, പോണേക്കെ കൊള്ളാം, പെട്ടെന്ന് ഇനി വരണം. അത്രയ്ക്ക് ഇഷ്ടമാണല്ലേ എന്നെ. ഒരു നിമിഷം കാണാതിരിക്കുമ്പോഴേക്കും വിഷമാവും അല്ലേ? ഇഷ്ടമൊന്നുമല്ല, അല്ലെങ്കിൽ വല്ലവൻ്റെ കൂടെ ഓടി പോകും. എന്നാ പോട്ടെ. ഞാൻ വായിച്ചോളാം. ജുവലറിയല്ലേ? എന്താ മോള് അങ്ങനെ പറയണേ? നോ നോ നോ, അങ്ങനെ എൻ്റെ അടുത്ത് സംസാരിക്കും. എടി നിന്നെ നിനക്കറിയില്ല, നിന്നെ കാണാതെ എനിക്കൊരു നിമിഷം പോലും ഇരിക്കാൻ പറ്റില്ല. പക്ഷെ നീ എൻ്റെ അവസ്ഥ മനസ്സിലാക്കണം. ഞാൻ തിരക്കുള്ളൊരു ഫാഷൻ ഡിസൈനറല്ലേ, നീ മനസ്സിലാക്കാത്തത്? എനിക്ക് എപ്പോഴും നിന്റെ അടുത്ത് വന്നിരിക്കാൻ പറ്റും. എനിക്കെൻ്റെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യണ്ടേ? അപ്പം നീ ഇങ്ങനെ പിണങ്ങി കഴിഞ്ഞാലോ? അയ്യോ അയ്യോ അയ്യോ, അങ്ങനെ പറയും. സത്യം പറയാലോ, എന്നും നിന്റെ മുഖം കണ്ടാൽ ഞാൻ വളരാറില്ല. എൻ്റെ മൊബൈലിൻ്റെ ഫോട്ടോ ഉണ്ടല്ലോ. പിണങ്ങാതെ പോടൂ. ഞാൻ പറഞ്ഞില്ലേ, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ വയ്യ. അത് മനസ്സിലാക്കുന്നു. സത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ വെള്ളിയാഴ്ച എന്ന ദിവസം ഉണ്ടെങ്കിൽ, ഉറപ്പ് വെള്ളിയാഴ്ച ദിവസം ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ വന്ന് കണ്ടിരിക്കും. സത്യം സത്യം സത്യം, അതിലൊന്നും ഒരിടൂല്ല. മനസ്സിലായല്ലോ? നിനക്ക് എന്താ വേണ്ടത് പറഞ്ഞ ഞാൻ മേടിച്ചു തരാം. മുടി നരയ്ക്കുന്ന ഇത്ര ചെറുപ്പത്തില് എന്ത് മേടിക്കാനാ? മുടി നരയ്ക്കുന്നുണ്ട്. ഇപ്പം മുടിയൊന്നും മുടി നരയ്ക്കുന്നതാ. നരച്ച മുടി പറിച്ചു പറഞ്ഞാൽ അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കുറച്ച് ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ടുണ്ട് നിനക്ക്. നല്ല നല്ല ഐബ്രോ പെൻസിൽ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കറക്റ്റ് നല്ല റാ ഷേപ്പിൽ നമുക്ക് നല്ല രസമായിട്ട് കണ്ടോ, റാ ഷേപ്പിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. പിന്നെ കോസ്റ്റ്ലി ഓക്കെ. പിന്നെ ലിപ്സ്റ്റിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല റെഡ് കളറാണ്. നിന്റെ ചുണ്ടിന് പറ്റിയത ലിപ്സ്റ്റിക്ക്. അത് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല ഒരു ഓമനത്വം ഫീൽ ചെയ്യും നിനക്ക്. കണ്ടോ, നല്ല വൃത്തിയാണ്. ഓക്കെ ഓക്കെ ഡി. പിന്നെ ഞാൻ വരുമ്പോഴേ തടി കുറയ്ക്കണം, മനസ്സിലായോ? കൂടിയിട്ടുണ്ട്. ഞാൻ വരും അങ്ങോട്ട്, കേട്ടോ? ഓക്കെ ചെക്കറേ, പോട്ടെ. ഓക്കെ ബൈ. ഓക്കെ അനിയ എന്തുവാണ് ഇത്? ചേട്ടാ ആക്ച്വലി ഞാൻ ഫോണിലായിപ്പോയി, സോറി. ഒരു ഫോൺ ഒരു കാമുക ഉണ്ടെങ്കിൽ നിനക്ക് എന്ത് തോന്നിയ ആക്ച്വലി ഞാൻ ഹാം ഫാഷൻ സോറി. സാരല്ല സാരല്ല, നീ കോഴ, ഞാൻ ക്ഷമിച്ചു. പ്ലീസ് എക്സ്ക്യൂസ് മീ പ്ലീസ്. അങ്ങനെ സാരല്ല സാരല്ല, മൊബൈലും തരാമോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ബന്ധുവിനെ വിളിക്കാൻ പ്രശ്നമില്ല പ്രശ്നമില്ല. വീട്ടിലാർക്കുണ്ട്? ഡാഡി മമ്മി. ഡാഡി മമ്മി അച്ഛനമ്മ സുഖമല്ലേ? അതേ ഓക്കെ. ഇറങ്ങിയത് ശിവ രായ അവിടെ വന്നാറാ? അവന്റെ പറന്തലൊന്ന് പറ. അവൻ വിടല്, അവനെ വിടല്. കയ്യെ പിടിച്ചു കുളിച്ച് നിർത്തണം. കുട്ടികാര് അവളെ കാണുമ്പോൾ അവൻ ചാടും. കൈമുട്ടി അവന്റെ പുതിയില് ഇരിക്കണം. മനസ്സിലായ? എതയും ശ്വാസം വിടാൻ മുറ്റുമുറ്റും കടിച്ചത് വീണ്ടും ഒന്നും ഉറപ്പറ്. അപ്പൊ അവൻ പറഞ്ഞ കാശ് വീട്ടിൽ കൊണ്ടുവരും. മണി പോലെ, കേട്ടോ? ഇപ്പൊ അത്ര മാത്രം ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണം. 10 രൂപ പണിക്ക് തിരിച്ചു പണി. ഓക്കെ. ഇവിടെ വോഡാഫോണിന്റെ റീചാർജ് കൂപ്പൺ കിട്ടും. നിനക്ക് ഇവിടുന്ന് കിട്ടിയൊന്നും പോരേടേ. ഇനി വോഡാഫോണൊന്നും കിട്ടണോ? പോടാ പോടാ പോ പോ പോ. ഈ പരിസരത്ത് കണ്ടുപോകരുത്. എടാ ഞാനും ആൾ ശരിയല്ലടാ, മനസ്സിലായോ? ഗുണ്ടയുടെ അപ്പുറം ഗുണ്ടയാണ് ഞാൻ, കേട്ടോ? എന്താണ ചോദിക്കാൻ പറയുന്നു വേണ്ടേ? ആഫീസ് ടൈം ആയിട്ട് പെട്ടെന്ന് പോളിസി. അത് ശരി. ഭാസ്കരൻ മേനോൻ, സെക്രട്ടേറിയറ്റിൽ ജോലി. സൂപ്രണ്ട്. HS സ്കൂൾ വർക്കല പഠിച്ചത്. ശാരദ മഠം ഇംഗ്ലീഷ് മീഡിയം. 4B 4A. അരിയ തന്നെ ക്ലാസ്സിന് ഞാനും ഉണ്ടായിരുന്നു തൊട്ടടുത്ത്. ഞാൻ കണ്ടിട്ടില്ല. അല്ല, ഞാൻ തൊട്ടടുത്തുണ്ടായിരുന്നു. എനിക്കറിയില്ല.